ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേഡ്സ് നെസ്റ്റ് അഥവാ കിളിക്കൂട് സ്നാക്സാണ് തയ്യാറാക്കുന്നത്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഈ സ്നാക്സ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 2 സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇവയെല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഉപ്പില്ലാതെ വേവിച്ചെടുത്ത പൊട്ടറ്റോയും ഗ്രീൻ പീസും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കാം. ഒത്തിരി ഉപ്പ് ചേർക്കണ്ട. ഉപ്പില്ലാന്നുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. സവാള ഒത്തിരി വാടേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. ഇവ കൂടെ നമുക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ നല്ല ചേഞ്ച് ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ക്യുമിൻ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രോസൺ പീസാണ് കേട്ടോ ചേർക്കുന്നത്. ഡ്രൈ പീസാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ പീസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നല്ലതുപോലെ മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. പീസ് അപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 3 പൊട്ടറ്റോ വേവിച്ച് ഉടച്ചെടുത്തതാണിത്. ഇതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇത് കുറച്ച് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പീസസ് ആണ്. ചിക്കനിൽ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതോടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1-2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേഡ്സ് നെസ്റ്റിനുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയും കോൺഫ്ലോറും വെച്ചിട്ടൊരു ബാറ്ററാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊരു ലൂസ് ബാറ്റർ റെഡിയാക്കി എടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. കോൺഫ്ലോർ ഇല്ലെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ടായാലും നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ബേഡ്സ് നെസ്റ്റ് കവർ ചെയ്യാനായിട്ട് വളരെ തിന്നായിട്ടുള്ള സേമിയാണ് എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ നെസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ വെർമിസെലി ഞാൻ 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ചെറുതായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്ത് ഒരു ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കാം. അതായത് കിളിക്കൂടിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ. ഇനി നമുക്കിത് മൈദ ബാറ്ററിൽ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നെസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ബാറ്റർ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം സേമിയോ ഇതിൽ നല്ലതുപോലെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ബേഡ്സ് നെസ്റ്റ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ബേഡ്സ് നെസ്റ്റ് റെഡിയാക്കി ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ബേഡ്സ് നെസ്റ്റിന്റെ വലുപ്പത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ബാക്കിയുള്ള മസാലയും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു കടായിൽ ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ എണ്ണ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം 2-3 മിനിറ്റൊക്കെ മതിയാവും. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ നെസ്റ്റിൻ്റെ ഉള്ളിൽ എഗ്ഗൊക്കെ വെച്ചിട്ട് പിന്നെ മല്ലിയിലൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എഗ്ഗിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഹോം മെയ്ഡ് പനീറാണ്. പനീർ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് അത് ചെറിയ ഉരുളകളായിട്ട് എഗ് ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് പനീറിന് പകരം കാടമുട്ടയോ അല്ലെങ്കിൽ കോഴിമുട്ട തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതോ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ ആ പൊട്ടറ്റോ ചെറിയ എഗ് ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് അതായാലും നമുക്കിതിലേക്ക് എഗ്ഗായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനെല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് സ്നാക്സിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. കൂടെ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ, ബൈ.